ഇന്ന് നമ്മൾ എളുപ്പത്തിൽ സമയമില്ലാത്തപ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓട്സ് ദോശയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓട്സ് ദോശ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഫദ്വാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് വരുന്നില്ലേ, അവിടെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ടാവും. അതിലൂടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓട്സ് ദോശ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുത്തിട്ടുള്ള ഓട്സിൻ്റെ പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഓട്സിൻ്റെ പൊടിയിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതിനായിട്ടൊരു ചെറിയ പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കുക. അതാകുമ്പോൾ എരിവ് അധികമൊന്നും ഉണ്ടാവില്ല, കളറും കിട്ടും. ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിപ്പൊടി ഇഞ്ചിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. കയ്യിലുള്ളവർ ചേർക്കുക, ഇല്ലാത്തവർ ഒഴിവാക്കുക കേട്ടോ. കാരണം ഉണ്ടെങ്കിലാണ് ഈ ഒരു മസാലക്കൂട്ട്, അതാണ് ഇതിൻ്റെ ഒരു മസാലക്കൂട്ട് എന്ന് പറയുന്നത്. 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, ഇഞ്ചി ഉണക്കിയിട്ടുള്ള ചുക്കിൻ്റെ പൊടി ഉണ്ടല്ലോ. 1 ടീസ്പൂൺ ഒറിഗാനോ, ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നമ്മൾ ഗരം മസാലയിലുള്ള പട്ട ഉണ്ടല്ലോ, അത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ഡ്രൈ മാംഗോ പൗഡർ കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം. അപ്പോൾ ഒരു ഇത്തിരി പുളി ഉണ്ടായിക്കോളും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്, മൊത്തത്തിലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് എല്ലാം കൂടെ നല്ലോണം മിക്സായി കിട്ടണം കേട്ടോ. അതുപോലെ മിക്സാക്കി എടുക്കുക ഈ ഒരു രീതിയിൽ. അപ്പം ഈ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് നമ്മൾ ഓട്സ് ദോശ റെഡിയാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കോളും. നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ഓട്സ് ദോശ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് വേണം നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള ഓട്സിൻ്റെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, ഈ ഒരു മസാലപ്പൊടിയിൽ നിന്നും ഒരു 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓട്സ് ദോശയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇതൊരു ജസ്റ്റ് ഒരു ഓംലെറ്റ് പോലെ മുട്ടയുടെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ അളവ് കുറച്ചിട്ട് മുട്ടയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടിയാലും മതി കേട്ടോ. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് പാകത്തിന് ലൂസാക്കി എടുക്കുക. 1/4 കപ്പ് തന്നെ മതിയാവട്ടെ, ഒരുപാട് വേണ്ട. കാരണം നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാനുള്ളതാണ്. ഭയങ്കര ലൂസായിട്ടല്ല ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഇതിൽ മതിയാകും. കട്ടയൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം വലിയുള്ളി ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ മതി. ഒരു കഷ്ണം തക്കാളി ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ കുരു ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നിർബന്ധമല്ല, വേണമെങ്കിൽ മതി. 2-3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഇത്തിരി സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവിച്ച് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള സ്വീറ്റ് കോണാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. ആ ഒരു കടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, 2-3 ടേബിൾ സ്പൂൺ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഡീപ്പായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒരു ഇത്തിരി ഒലിവ് ഓയിൽ വേണമെങ്കിൽ ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഇത്തിരി ആക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എത്ര വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കുക. ഒരുപാട് കട്ടിയിലല്ല, ഇങ്ങനെ ചെറുതായിട്ടൊന്നങ്ങ് പരത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കാരണം ഓട്സിനും ഒരുപാട് വേവൊന്നുമില്ല, പിന്നെ ഉള്ളത് മുട്ടയല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചുള്ള ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി ഇട്ടിട്ടുള്ളൂ, കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. നമുക്കൊരു ഏകദേശം ഒരു 7 ദോശയൊക്കെ ചുട്ടെടുക്കാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പാകത്തിനുള്ളത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് പതുക്കെ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം.
ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അങ്ങനെ രണ്ട് ഭാഗം റെഡി ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടെ കഴിക്കാനായിട്ട് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ്. ഒരു ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഒരു ഹെൽത്തി ദോശയാണല്ലോ, അതായത് ഓട്സും വെജിറ്റബിൾസും കൂടി വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ദോശ തന്നെയാണ് കേട്ടോ. നമുക്ക് ചൂടോട് കൂടെ തന്നെ ഒരു കറിയൊന്നും വേണ്ട, മുറിച്ച് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ല ഓട്സ് ദോശ അല്ലെങ്കിൽ ഒരു ഓട്സ് ഓംലെറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പി തന്നെയാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യുമല്ലോ. നമ്മളെടുത്തിട്ടുള്ള ആ ഒരു അളവിൽ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള 7 ദോശയൊക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പി തന്നെയാണിത്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്